പ്രസവം നടന്ന് വിതിൻ 1 അവർ തന്നെ അമ്മയ്ക്ക് കൊണ്ട് നമ്മള് ഇത് ഫസ്റ്റ് കൊളസ്ട്രോം എന്ന് പറഞ്ഞ ഏറ്റവും കുഞ്ഞിന് ഗുണകരമായ ഒരു സംഗതിയാണ് ആ മഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. അതിലെല്ലാ ഈ പ്രതിരോധത്തിന് വേണ്ടി എല്ലാ സംഗതികളും അതിലുണ്ട്. സോ അത് കൊടുക്കരുത് എന്നൊക്കെ പണ്ടത്തെ ഒരു ഇതിൽ അത് വിഷമുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി പിന്നെ കണ്ടുപിടുത്തത്തിൽ നമ്മളൊക്കെ അറിയാം, ഇപ്പൊ അറിയാം അതാണ് ഏറ്റവും നല്ലത്. അത് ആദ്യമേ അങ്ങ് കൊടുക്കും. കുഞ്ഞിന് അത്രയും ഗുണം ചെയ്യും, അമ്മയ്ക്കും അത് ഗുണം ചെയ്യും. ഈ പാല് ചുരത്തുന്ന അതേ ഹോർമോൺ തന്നെ ഈ ഗർഭപാത്രത്തിൽ ചുരുങ്ങാനും യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ അമ്മയ്ക്കും ഗുണമാണ്. സോ അപ്പൊ തന്നെ അമ്മയെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കും. ഈവൻ സിസേറിയൻ ചെയ്ത അമ്മയ്ക്കാണെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പം എണീറ്റിരിക്കാം. അനസ്തീസിയ ഡിഫക്റ്റ് പോയത് അമ്മയ്ക്ക് എണീറ്റിരിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. സോ അവർക്ക് എണീറ്റിരിക്കാം, അവർക്കും മുലയൂട്ടാൻ പറ്റും. 4 hours അല്ലെങ്കിൽ കിടത്തിയിട്ട് സിസ്റ്റർമാർ തന്നെ അവർ ഹെൽപ്പ് ചെയ്യും. കുറച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് അവർക്കും ചെയ്യാം. മുലയൂട്ടാൻ ഒരു വിഷമവും ഇല്ല. ഇമ്മീഡിയറ്റ്ലി തുടങ്ങും തോറും എത്രയും വേഗം പാല് കൂടുതൽ വരും. പിന്നെ ഈ ആദ്യം മുതലേ കുഞ്ഞിന് ഈ മറ്റേ മിൽക്ക് പൗഡർ കൊടുത്തുള്ള ശീലം മാറ്റണം. ഒരിക്കലും അത് നല്ലൊരു ശീലമല്ല. അത് ആദ്യം എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പിന്നെ പിന്നെ കുഞ്ഞിന് അസുഖങ്ങൾ മാറി കിട്ടില്ല. എപ്പോഴും വയറിന് അസുഖവും എത്രയൊക്കെ നമ്മൾ പുറത്തു വെച്ച് കലക്കിയാലും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. സോ അമ്മയുടെ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ 4 മാസം വരെ മിനിമം അത് മാത്രം മതി. 4 to 6 months എക്സ്ക്ലൂസീവ്ലി. പിന്നെ 5 months ഒക്കെ ആവുമ്പോൾ പതുക്കെ സപ്ലിമെന്റ്സ് വല്ലതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അതും പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് അവർ പറയുകയാണ്.